പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 21 തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി കൃപയോടെ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 106 സങ്കീർത്തനം 1 വാക്യം. സാംസ് 106 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പുസ്തകമായ സങ്കീർത്തന പുസ്തകങ്ങളെ 5 തിരിച്ചിരിക്കുന്നു. അതിൽ 4 ഭാഗം തീരുന്നത് 106 സങ്കീർത്തനം കൊണ്ടാണ്. 48 വാക്യങ്ങൾ അടങ്ങിയ ഈ അല്പം ദൈർഘ്യമേറിയ സങ്കീർത്തനം ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തെ സംഗ്രഹിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വന്തം ജനമായി ഏറ്റെടുത്ത് അവർ കടന്നുപോയ വഴിത്താറുകളിലൊക്കെ കൂടെയിരുന്ന് ദൈവകൃപയോടെ പരിപാലിച്ചതിന് പറയുകയാണ്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്തേക്കും ഉള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നാം ഒരു വർഷാവസാനത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ വിരലിലുണ്ടാവുന്ന ദിനങ്ങളിലേക്ക് നാം എത്തുകയാണ്. ഓരോ ദിനവും നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ, ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടേതായ യാതൊരു അച്ചീവ്മെന്റ് കൊണ്ടോ മേന്മ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ അല്ല പ്രിയമുള്ളവരെ നാം ഈ പുത്തൻ പ്രഭാതം കാണുവാൻ കർത്താവ് ഇടയാക്കിയത്. ദൈവത്തിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് സ്തുതി പാടിക്കൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഒരുപക്ഷെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ പ്രയാസമുണ്ട്, രോഗമുണ്ട്, ക്ഷീണമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കുഞ്ഞുങ്ങളുടെ അഡ്മിഷന്റെ വിഷയം, വിജയത്തിന്റെ വിഷയം, വിവാഹത്തിന്റെ വിഷയം, ലോണിന്റെ പ്രശ്നം, നിയമക്കുരുക്കുകൾ, വിദേശയാത്ര മുടങ്ങിയതിന്റെ പ്രശ്നങ്ങൾ എന്നു വേണ്ട അനവധി പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുന്നുണ്ട്. നാം അതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നത് നിശ്ചയമായും വേദപുസ്തക പ്രകാരവും ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉള്ളതാണ്. പക്ഷേ നീതിമാൻ വീണാലും നിലംപരിചയാകാതെ അവനെ പോറ്റുന്ന, പുലർത്തുന്ന, നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ് നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ വലിപ്പത്തിൽ കാണാതെ പ്രശ്നങ്ങളെക്കാട്ടിലൊക്കെ ഒരു വലിയ ദൈവം നമുക്കുണ്ട്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതൊരുപക്ഷെ എല്ലാം നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. വേറൊരാളോട് പറഞ്ഞാൽ അത് മനസ്സിലാവത്തുമില്ല. മറ്റുള്ളവർ കേട്ടവയായിരിക്കും ഇതാണോ പ്രശ്നം. അതെ, അവരവരുടെ പ്രശ്നം വലുത് തന്നെയാണ്. എന്ത് പ്രശ്നമാണെങ്കിലും അതെല്ലാം വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എന്നിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ പറ: കർത്താവേ, എനിക്ക് ഈ പ്രശ്നം വലുതാണ്, എനിക്ക് ഈ പ്രശ്നം വലിയൊരു വിഷയമാണ്, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു, ജീവിതത്തിന്റെ ടോട്ടലായിട്ടുള്ള സൈക്കിൾ അങ്ങ് മാറിപ്പോവുക. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ ദൈവത്തിന് ഈ പ്രശ്നം ഒന്നുമല്ല. ഇതിനെ മാറ്റുവാൻ, ഇതിൽ നിന്ന് വിജയം തരുവാൻ, ഇതിൽ നിന്ന് എന്നെ ഓവർകം ചെയ്യിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അതിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു ശാശ്വത പരിഹാരം വേണം.
ഇങ്ങനെയുള്ള സമർപ്പണത്തോടും പ്രാർത്ഥനയോടും നാം ഇന്നത്തെ ദിനം ആരംഭിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പുതു വഴികളെ തുറക്കും, പ്രതികൂലങ്ങളെ അനുകൂലമാക്കും. തടസ്സമായി നിൽക്കുന്ന ഏത് വിധത്തിലുള്ള തടങ്ങൽ പാറയാണെങ്കിലും, അത് ആരാണെങ്കിലും, എന്താണെങ്കിലും, എവിടെയാണെങ്കിലും, ആരിൽ കൂടെയാണെങ്കിലും സ്വർഗത്തിലെ ദൈവം അതിന് പുതുവഴി തുറക്കുവാൻ മതിയായവനും വിശ്വസ്തനുമാ. ആകയാൽ ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ വിശ്വാസ സമൂഹമേ, നമുക്ക് ചെയ്യാനുള്ളത് ഹൃദയം നിറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം നാം അനുഭവിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ ദയ, കൃപയ, ദാനമാ. നാം അതിന് എത്ര സ്തോത്രം ചെയ്യുന്നു, എത്ര നന്ദി പറയുന്നു. നമുക്ക് മനുഷ്യർ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉപകാരം ചെയ്താൽ ഒരിക്കൽ പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാ. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമ്മൾ താങ്ക് യു പറയും. അത് മനുഷ്യ സഹജം, അത് നമ്മുടെ കേർട്ടസിയാണ്. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നവംബർ മാസം 21 വ്യാഴാഴ്ച വരെ പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മുടെ നന്ദി കേട്ടതുകൊണ്ട്, തൃപ്തിയായതുകൊണ്ടും, സന്തോഷിച്ചതുകൊണ്ടും അല്ല പിന്നെയും ഓരോ ദിവസവും തരുന്നത്. അത് ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ വിശ്വസ്തതയാ, അത് ദൈവം ആയതുകൊണ്ട്. നമ്മളാണെന്ന് ഓർത്തു നോക്കി, നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ആളിനോട് സന്തോഷത്തോടും സ്തോത്രത്തോടും നന്ദിയോടും കൂടെ തിരിച്ച് ഇടപെട്ടില്ലെങ്കിൽ, ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ആ നിലയിൽ ഒരു ആറ്റിറ്റ്യൂഡ്, സമീപനം നമുക്കില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തു തോന്നും? പിന്നെ ആ ആളിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? സഹായം നമുക്ക് പ്രതീക്ഷിക്കാമോ? ചെയ്യുമോ? ഇതൊക്കെ ലോക മനുഷ്യരിലുള്ളതാ. പക്ഷെ അങ്ങനെ നോക്കിയാൽ ദൈവത്തിൽ നിന്നും ഓരോ നിമിഷവും നാം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുക അല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു കയറി വരുമെന്ന് എന്ത് ഉറപ്പാ നമുക്കുള്ളത്? ഒരു ഉറപ്പുമില്ല. എല്ലാ പ്രതികൂലങ്ങളുടെയും മധ്യേ അനുകൂലകനായി നടത്തുന്ന ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ആകയാൽ ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണ് നിങ്ങൾ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ അറിയുന്ന, നിങ്ങളെ കാണുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ ദയ ദീർഘമായതുകൊണ്ട് മാത്രമാണ്, തമ്പുരാൻ നല്ലവനായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു പുതു ദിനം കൂടെ നമുക്ക് കാണുവാൻ കൃപ ലഭിച്ചത്. ആ ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരാതികളുടെ ഭാണ്ഡക്കെട്ട് മാറ്റിവെക്ക്. സംശയത്തിന്റെയും പിറുപിറുപ്പിന്റെയും അങ്ങനെയുള്ള ദുരാത്മാവിനെ ഒക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അനുഭവിക്കുന്ന നന്മയ്ക്ക് സ്തോത്രം പറഞ്ഞേ, നന്ദി പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് നമ്മളൊന്ന് ശീലിച്ച് നിശ്ചയമായും നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറും. എന്താ കാര്യമെന്നറിയാമോ? പിശാച് ഭയപ്പെടും, പിശാച് പേടിക്കും. പിശാച് വിചാരിക്കും, എടാ ഇത്രയും പ്രതികൂലമായിട്ടും സ്തോത്രം ചെയ്യുന്നു, അപ്പൊ പിന്നെ എന്താ ഇവന്റെ ഉള്ളിൽ? ഹല്ലേലൂയ. അപ്പൊ പിശാചിനൊരാളെ ഓർമ്മ വരും, നമ്മുടെ പ്രിയപ്പെട്ട യോബിനെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ ഒരു വലിയ ആത്മീയ അനുഭവം നമുക്കേവർക്കും ഉണ്ടായി ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് നല്ലവനാണെന്നും അവിടുത്തെ ദയ ദീർഘമാണെന്നും ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പ്രതികൂലമേറിയ ജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങൾ അങ്ങയെ മറക്കുന്നവരാ, അങ്ങയുടെ ദയയും കൃപയും കരുണയും ഞങ്ങൾ വിസ്മരിക്കുന്നവരാ. എന്നാൽ അവയൊന്നും മറന്നു പോകാതെ സ്തോത്രമുള്ളവരായി ജീവിപ്പാൻ ഇന്ന് ഞങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രായത്തിലുള്ള എല്ലാതിന്റെ മക്കൾക്കായും സ്തോത്രം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്ന നിങ്ങൾ കൃപയോടെ കാത്ത് സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ശക്തി പ്രാപിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ
വളരെ പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ സ്തോത്രത്തോടെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം, ശീലിക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് മുന്നേറാം. അപ്പോൾ പ്രതികൂലം മാറും, ദൈവകൃപ വ്യാപരിക്കും. ഇന്നത്തെ ദിനം എല്ലാവർക്കും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ. കർത്തൃ